ഇപ്പോൾ എന്തിന് സിനിമയ്ക്കുള്ളിൽ തന്നെ നിർമ്മാതാക്കളും സംവിധായകരും നടീനടന്മാരും എല്ലാവരും സ്വകാര്യമായി എന്നോട് പറയാറുണ്ട്, ഞങ്ങളെല്ലാം അവളോടൊപ്പം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ മുൻപോട്ട് വരാൻ ഒരുപാട് പരിമിതികൾ ഉണ്ട്. മനസ്സുകൊണ്ട് ഞങ്ങൾ അവളോടൊപ്പം തന്നെയാണ്. ഇപ്പോൾ നോക്കൂ, അവളിപ്പോൾ ഒരു സിനിമ ചെയ്തു. ആ സിനിമ ഒരു PR വർക്കുമില്ലാതെ, ഒരു ഫാൻസിൻ്റെ സഹായവുമില്ലാതെ ആത്മാർത്ഥമായിട്ട് അവളോടൊപ്പം എന്ന് പറയുന്നവർ തന്നെയാണ് ആ സിനിമയെ വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവളിന്ന് ലോകം മുഴുവനും അവൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് തോന്നുന്നത്. ഞങ്ങൾ അവളോട് പറയുന്ന, നീ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും, നീ പറന്നുകൊണ്ടേയിരിക്കും, നീ സന്തോഷിക്ക്, നിനക്ക് വേണ്ടി പോരാടാൻ ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന്. അത് തന്നെയാണ് നമ്മളെല്ലാവരും അവളോടൊപ്പം തന്നെയാണെന്ന് നമ്മൾ പിന്നെ എന്താ പറയുക ഊർജത്തോടു കൂടി പറയും. നമ്മൾ അത് ഒരാളെയും നമുക്ക് പേടിക്കാനില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് സാമ്പത്തികവും വേണ്ട, ഒരൊലയ്ക്കും വേണ്ട. വേണമെങ്കിൽ ദിലീപിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ട് നമ്മളെ നല്ലതാന്ന് കേട്ടാ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ അത് വേണ്ട, നമ്മൾ സാമ്പത്തിക നേട്ടമൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഭാഗ്യലക്ഷ്മി ഇതിൻ്റെ അകത്ത് പറഞ്ഞൊരു പൊരുത്തക്കേടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് സിനിമയിലെ കിഴങ്ങന്മാർ? അതായത് ഇത്രയും പേടിത്തൂറികൾ ആരാന്ന്? സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രം ദിലീപിന്റെ കൂടെ നിന്ന് കൈയടിക്കുന്നവൻ, അവനാണ് ഏറ്റവും വലിയ ശത്രു എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, സിനിമയിൽക്കുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ തുറന്നു പറയാൻ കഴിയാത്ത ഒരുപാട്, ഏതവനാണത്? അവനൊക്കെ എന്ന് പറഞ്ഞാൽ മലയാള സിനിമക്ക് അപമാനാന്നേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെയുള്ള ടീമുകൾ മലയാള സിനിമയ്ക്ക് ഇല്ലാത്തതാണ് നല്ലത്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പേരെടുത്ത് വെളിയിലിടണം. നിങ്ങളോട് പറഞ്ഞ ആൾക്കാർ ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അതായത് ഈ സിനിമയ്ക്കുള്ളിൽ തന്നെ ദിലീപിന്റെ കൂടെ നിന്നിട്ട് പിന്നെ ഞാൻ അവളോടൊപ്പമാണെന്ന് പറയുന്ന ഏതവനാണവൻ? എനിക്ക് ഭയങ്കര മോശം. ബാക്കി ഓക്കെയാണ്, ഭാഗ്യലക്ഷ്മി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് തന്നെയാണ്. അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്ലേ കാർഡ് വരിക, അതെടുത്തിട്ട് നിൽക്കുക എന്നെല്ലാം പറഞ്ഞ എല്ലാവർക്കും. പക്ഷേ 2 ദിവസം മുമ്പ് ഞാൻ ഒരു ന്യൂസ് കേട്ടത്, അതിൻ്റെ അകത്തുള്ള ശിക്ഷിച്ച പ്രതികൾ പോലും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ പരാതി കൊടുക്കാൻ തുടങ്ങി. അതായത് പെറ്റീഷൻ കൊടുക്കാൻ തുടങ്ങി, ശിക്ഷ റദ്ദാക്കണം എന്നൊക്കെ ആയിട്ട് അപ്പീൽ കൊടുക്കാൻ തുടങ്ങി. പക്ഷെ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ പോലും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അത് നമുക്കൊന്നും അറിയില്ല അത് കേട്ടാ. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലും നമ്മൾക്ക് എന്തിനു വെറുതെ അവളോടൊപ്പം എന്ന് പറയാം, എല്ലാവർക്കും അറിയാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സഹോദരി പിന്നെ അനുഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ അവളോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഹസനം വേണം ഇവിടെ അവളോടൊപ്പം ഉള്ളവരൊക്കെ ഇപ്പോഴും അവളോടൊപ്പം തന്നെ ഉണ്ട്. അല്ലാതെ ഇങ്ങനെയുള്ള പേടിത്തൊണ്ടന്മാരായ കിഴങ്ങന്മാരായ സിനിമാക്കാരെ, നിർമ്മാതാക്കളെ, നടന്മാരെ എന്തോലക്കാണ് അവൾക്കൊപ്പം? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് അവൾക്കൊപ്പം ഉണ്ട് സിനിമാ താരങ്ങൾ, മനസ്സുകൊണ്ട് ഞങ്ങൾക്കൊപ്പം ഉണ്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ കഴിയില്ല എന്ന് ഏതവനാണ്? ഇത്രയും ധൈര്യമില്ലാത്തവൻ എന്തിനാണ് അവൾക്കൊപ്പം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ ദിലീപിന്റെ കൂടെ നിന്ന് മൃഷ്ടാന ചിക്കനും കടിച്ചു വലിക്കുന്ന ടീമായിരിക്കും. എന്നിട്ട് ഭാഗ്യലക്ഷ്മിനെ ഭാഗ്യലക്ഷ്മി ഞങ്ങളെ അവൾക്ക് പേട്ട, പക്ഷേ നമുക്ക് ദിലീപിനെ കൂടെ നിൽക്കാതിരിക്കാൻ കഴിയില്ല. ഭാഗ്യലക്ഷ്മി, നമുക്ക് എൻ്റെ മനസ്സ് ഞാൻ മുഴുവൻ അവിടത്തേക്ക് തന്നോ. അതായത് ദിലീപിന്റെ കൂടെ ഇരിക്കുമ്പോഴും മനസ്സ് മുഴുവൻ പറയുന്നത് ഭാഗ്യലക്ഷ്മിയോട് പറയുകയാണ്, എൻ്റെ മനസ്സ് മുഴുവൻ അവൾക്കൊപ്പമാണ് ഭാഗ്യലക്ഷ്മി. പക്ഷെ ഇവിടെ ഇരുന്ന് ചിക്കൻ കടിച്ചു വലിക്കാതിരിക്കാൻ കഴിയില്ല, കുടിക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ അയാളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ കുറച്ച് വിലയുണ്ടാവുള്ളൂ, അതൊക്കെ ഉണ്ട്. പക്ഷേ മനസ്സവിടെയാണ്. അങ്ങനെ പറയുന്ന കിഴങ്ങൻ സിനിമാക്കാരെ എന്തിനാണ് ഭാഗ്യലക്ഷ്മി മേഡം ഇത് ആ സ്ത്രീയോട് കാണിക്കുന്ന, ആ യുവതിയോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ആർജവമുള്ള ആമ്പിള്ളേരും ആണുങ്ങളും പെണ്ണുങ്ങളും അവരൊക്കെ ഉണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പറയാൻ ധൈര്യമില്ലാത്ത ദിലീപിനെ കാണുമ്പോൾ മൂത്രമൊഴിക്കുന്നവനെ എന്തിനാണ് വെറുതെങ്കിലും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് വെറുതെ? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൾക്കൊപ്പം എന്നുള്ള ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ പ്രഹസനത്തിന് വേണ്ടി വരുന്നുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അത് നമ്മളെല്ലാവരും അവർക്കൊപ്പമാണ്. അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അവളെ അങ്ങനെ ആ ഒരു ഇതായിട്ടല്ല കണ്ടത്. അവരങ്ങനെ പറന്ന് നടക്കട്ടെ. എനിക്കൊന്നും ഇപ്പൊ പുസ്തകം വരെ എഴുതുന്നുണ്ട് പറഞ്ഞ്, അത് വില എഴുതണം. കാരണം എന്താ വെച്ചാൽ ഇനി ഒരാൾ പോലും ഇതുപോലെയുള്ള ഒന്നിൽ ഇതാകരുത്. അത് കഴിഞ്ഞതിന് ശേഷം അതും ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞ ഒരു MLA ആണ്. അയാൾ സിനിമാ പ്രവർത്തകനാണ്. ആ സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അവർ ഇതിനിടയ്ക്ക് പത്രത്തിൽ വരെ മൊത്തത്തിൽ പറഞ്ഞ് ഞാനാണ് ആ യുവതി പേര് കൊടുത്തത് എന്നെല്ലാം പറഞ്ഞിട്ട്, ഒരു സംവിധായികയാണ്. അതിനെതിരെയൊന്നും പിന്നെ ആരും അധികം ആൾക്കാരൊന്നും ഇതൊന്നുമില്ല. അത് പിന്നെ എന്തെങ്കിലും ആകട്ടെ, ഇത് ദിലീപല്ലേ എന്ന് വിചാരിച്ചിട്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിനിമാക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി മുക്കാൽ ആൾക്കാരും ദിലീപിൻ്റെ ഒപ്പം തന്നെയാണ്.
പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് ചില ആൾക്കാർ ഭാഗ്യലക്ഷ്മിയെ കാണുമ്പോൾ പറയുന്നുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഞാൻ അവൾക്കൊപ്പാണ്, എന്തിനാ അവൻ്റെയൊക്കെ പിന്തുണ അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി എന്നാ വേണ്ടേ, അയാളെ കേസൊന്നും ഒഴിവായി, ഇനിയിപ്പോൾ അയാൾക്കെതിരെ കേസ് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അപ്പീൽ പോകണം, അപ്പീൽ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചിട്ട് ഇയാളെ ശിക്ഷിക്കണം. അതാണ് എല്ലാവരും പറയുന്നത്. ഇയാളെടുക്കാതെ തെറ്റുണ്ടെങ്കിൽ ഇയാളെ നിർബന്ധമായിട്ട് ശിക്ഷിക്കണം, അത് ഉറപ്പ് തന്നെയാണ്. ഇനിയിപ്പോഴും നമ്മൾ ഇവിടുന്ന് പ്ലേ കാർഡ് പിടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിച്ച് അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെ കൊണ്ട് നിർബന്ധിച്ച് കൊടുപ്പിക്കുക. അല്ലാതെ നമ്മളിപ്പോഴും എപ്പോഴും ഇങ്ങനെ ഈ സമരമുറകളിൽ മാത്രം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ഇത് മറക്കാനേ പാടില്ല. ഇത് ആയുഷ്കാലം മുഴുവൻ ഇനിയിപ്പോഴും ഇതും പറഞ്ഞ് നടക്കേണ്ടി വരുമെന്ന് എൻ്റെ ഒരു പ്രശ്നമാണ്. ഇതിനൊരു അറുതി വേണ്ടത്. കഴിഞ്ഞ 6-7-8-9 വർഷമായിട്ട് ഇതന്നെ നമ്മൾ പറഞ്ഞു നടക്കുന്നത്. ഇതിനൊരു അറുതി വേണമെന്നുണ്ടെങ്കിൽ ഈ കേസ് എല്ലാവരെയും ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു വിവരം കിട്ടുകയോ വേണം. അതാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ മേൽക്കോടതിയും കാര്യങ്ങളൊക്കെ തള്ളിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളൊന്നും പറയാനൊന്നും കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴേ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, അതായത് ഇതൊക്കെ ഒരു വ്യക്തി വൈരാഗ്യമായിട്ട് മാറുന്നുണ്ടോ എന്നും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. ചില കാര്യങ്ങളിലൊക്കെ ചില ആൾക്കാരുടെ സെലക്റ്റീവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ചില ആൾക്കാരുടെ ഭാഗ്യലക്ഷ്മിൻ്റെ അല്ല പറയുന്നത്, ഇനി ഇതിൻ്റെ അകത്ത് വന്നിട്ട് നീ ചേച്ചി അങ്ങനെ പറയുവാടാ, ഒരു ഇതുമില്ല, നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. ചില ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു സെലക്റ്റീവ് ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതായത് വേറെ ഒന്നും അല്ല, ചില ആൾക്കാരുടെ ഈ കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് തോന്നിയൊരു സംശയമാണ്, അവര് ഒരു സെലക്റ്റീവാണ്. അതായത് ദിലീപിനെ മാത്രമേ അവർക്കൊന്നും പറയണ്ടൂ എന്നുള്ള തരത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരൊന്നും പ്രതികരിക്കുന്നില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളത്തിൽ ഒളിച്ച പോലെയാണ്, ഒരാൾ പോലും മുന്നോട്ട് വരുന്നില്ല. പക്ഷേ ദിലീപിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഒരു സമര അവൾക്കൊപ്പം എന്നുള്ള ഒരു ഇതും എടുത്തിട്ട് ഉണ്ടാകാറുണ്ട്. അതിലും ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോലുമില്ല. ഇപ്പൊ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും സിനിമാക്കാർക്ക് മാത്രമേ നീതി വേണ്ടൂ എന്ന് പറഞ്ഞിട്ടൊന്നല്ലല്ലോ നടക്കുന്നത്. അവര് നടക്കുന്നത് എന്താ, എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ അതിലും വലിയ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുമ്പോൾ ഇവരൊക്കെ മിണ്ടാതിരിക്കുന്ന ഒരു പ്രവണത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെലക്റ്റീവായി പോകുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. ഇതൊന്നും അല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞ എല്ലാത്തിലും നമ്മൾ അവൾക്കൊപ്പം നിൽക്കണം. എല്ലാത്തിലും ഞാൻ പറഞ്ഞല്ലോ, അവൾക്കൊപ്പം മാത്രമല്ല ചില സമയത്തൊക്കെ അവനൊപ്പം നിൽക്കേണ്ടി വരും. അതാണ് ഇപ്പൊ ചില സമയത്തൊക്കെ ഇന്നെടുക്കണ്ടില്ലേ, ഒരു പാവം പിടിച്ചൊരുത്തനായിരുന്നു വണ്ടിയിൽ നിന്ന് കണ്ടില്ലായിരുന്നു, വീഡിയോ എടുത്ത് പുറകെ വിട്ടിട്ടായിരുന്നു അവൻ മരിച്ചു ആയിരുന്നു. അവനൊപ്പം നിൽക്കണം കുറേ ആൾക്കാർ, അങ്ങനെയും വേണം, അതും വേണം. രണ്ടുപേരും നമുക്ക് വേണമായിരുന്നു. കാരണം രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയണ്ടത്, അവ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഈ പ്രഹസനം കാണിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതാ ഒരു ഞാനുണ്ട് എന്ന് ഓരോ ആൾക്കാരുണ്ട്. എന്താവശ്യത്തിന് ആരുണ്ടായിട്ടൊന്നും കാര്യം, പ്രതിയെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. ആരുണ്ടായിട്ടൊരു കാര്യമില്ല, പ്രതിയെ ശിക്ഷിക്കണം, അതാണ് വേണ്ടതായിരുന്നു. അല്ലാതെ അവർക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യത്തിനും ഇതിനും വേണ്ടി കാത്തിരിക്കുകയല്ലോ വേണ്ടത്. എല്ലാവരെയും ശിക്ഷിക്കണം, എല്ലാവരും ഉള്ളിൽ വെക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. എനിക്കിത് കാണുമ്പോഴേ എനിക്കതാണ്, ചില സിനിമാക്കാർ പറയുന്നുണ്ട് ഞങ്ങളെ കൂടെ, ഇത് കേൾക്കുമ്പോഴേ എനിക്ക് അറപ്പാണായിരുന്നു. കാരണം എന്താ വെച്ചാൽ വെറും പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സിനിമാക്കാർ മറ്റുള്ളവൻ്റെ മൂടുന്ന് അംഗീകരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് പ്രത്യേകമായിട്ട് പറയണം. നന്ദി, നമസ്കാരം.